സ്നാപകൻ അല്ലേ? പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് യോഹന്നാൻ സ്നാപകൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ആ കാര്യം നമുക്കറിയാം. അതിനെ വിവരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതിനാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ്. യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ പിന്നെ സ്നാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കണ്ടുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ഇവിടെ കർത്താവായ ക്രിസ്തുവിനെ ദൈവത്തിന്റെ ഒരു കുഞ്ഞാടായിട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞാടിന്റെ ചുമതല എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുക എന്നുള്ളത്. അതാണ് പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ അല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ആദ്യമായിട്ട് തന്ന ഒരു പ്രവചനവും ഒരു പിന്നെ ആഹ്വാനവും അത് തന്നെയാണ്. ഒരു വാഗ്ദത്തം. കുഞ്ഞാട്, ആ കുഞ്ഞാട് കർത്താവായ ക്രിസ്തുവാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. ആ കർത്താവായ ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ കഴിയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആഴ്ചത്തെ പാഠത്തെ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ അധിവസിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം. നല്ലത് മനോഹരമായ ഈ സമയം അപ്പന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാണപ്പ. വചനം അങ്ങയുടേത്, അടിയങ്ങളും അങ്ങയുടേത്. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണം പിതാവേ. ഉൽപ്പത്തിയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി അടിസ്ഥാനമാക്കി അടിയങ്ങൾ പഠിക്കുമ്പോൾ ദൈവമേ അതിൽ അടങ്ങിയിരിക്കുന്ന അന്തസ്സത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അന്തർലീനമായി കിടക്കുന്ന മുത്തുകളെ വാരി അടിയങ്ങൾ എടുക്കുവാൻ എൻ്റെ കർത്താവെ അടിയങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണം. അടിയങ്ങൾക്ക് ശബ്ദം വെളിച്ചവും നൽകണം. ഒരു ദോഷവും വരരുത്. വരുവാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടിച്ചേർക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരെയും അപ്പൻ കാത്തുകൊള്ളുമാറാണ്. അവർക്കത് മനസ്സിലാകുവാനും എൻ്റെ കർത്താവ് അനുവദിക്കണം. അടിയാളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കാത്തുകൊള്ളണം. സർവവും യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുമ്പോൾ യാചന കേൾക്കണം പരിശുദ്ധമുള്ള പിതാവേ. ആമേൻ. ഒന്നാമത്തെ ഭാഗത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ പാഠപഠനത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യ സൂചന എന്ന തത്വം. അപ്പോ ഇവിടെ ആദ്യ സൂചന എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഷയം പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ ഉറവിടത്തെ കുറിച്ച് മനസ്സിലാക്കും, അല്ലെങ്കിൽ ആ ഉറവിടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കുന്ന സമയത്ത് ആ പാഠം എടുത്തുകൊണ്ടെന്ന് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയാണ് അന്തർലീനമായി കിടക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് എന്തെന്നറിയാമോ പിന്നെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കും. അവര് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ പാഠത്തെ വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ അത് കുട്ടികൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോ ഇപ്പൊ കണക്ക് പഠിക്കുന്ന സമയത്ത് ആ കണക്ക് അതിന്റെ പിന്നെ ഇക്വേഷനും അല്ലെങ്കിൽ അതിന്റെ എണിച്ചുപടിയും ഒക്കെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കണക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ ലെറ്റേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പാഠം പഠിക്കുമ്പോഴത്തേക്ക് ഒരു ചരിത്രകാരനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കഥ പഠിക്കുമ്പോൾ അത് എങ്ങനെയാണ് വന്നത്, എങ്ങനെ രൂപപ്പെട്ടു, ഇതെല്ലാം ആ അധ്യാപകർ പഠിച്ചതിന് ശേഷമാണ് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാഠം നമ്മളിപ്പോ സ്റ്റാഫ് സ്കൂൾ ലെസൺ പഠിക്കുമ്പോൾ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന മാത്രമല്ല അതിലപ്പുറം ഇപ്പുറം ഉള്ള വാക്യങ്ങളും പഠിക്കും. അതിനെയാണ് പാഠ്യക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാഠ്യക്രമത്തിലേക്ക് ഇറങ്ങി ചെല്ല ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് ചരിത്രം, സയൻസ് തുടങ്ങിയ വിഷയങ്ങള് പിന്നെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അതുപോലെ നാം ബൈബിൾ പഠിക്കുമ്പോഴും പിന്നെ ഉൽപ്പത്തി പുസ്തകം പഠനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലെ ബൈബിൾ പഠിക്കുമ്പോഴും നമ്മൾ അതിനെ അടിസ്ഥാനമാക്കി പഠിക്കുന്നു. സയൻസ്, ചരിത്രം ഇതെല്ലാം പഠിക്കുമ്പോഴും അതിന്റെ ആഴ്ന്നിറങ്ങിച്ചെന്ന് അതിന്റെ മറ്റ് ചരിത്രങ്ങൾ, ഒരു ചരിത്രകാരനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, അദ്ദേഹത്തിന്റെ ജീവിത രീതി, ഇതെല്ലാം പഠിച്ചു മനസ്സിലാക്കുന്നു. അതുപോലെയാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തു ആരാണ്, ക്രിസ്തു എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉൽപ്പത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ആദ്യ സൂചന എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മളോട് നോക്കുമ്പോൾ യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 7, 8, മലാഖി 3:6, എബ്രായർ 11:8 ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തത്വങ്ങൾ നിങ്ങളുടെ പ്രവചന പഠനത്തിന് സഹായകമായി ശരിയായ രീതിയിൽ നങ്കൂരമിടാൻ സാധിക്കും.
ഇതില് ഒരാളെ യെശയ്യാ പ്രവചനം 40:7-8 ബാക്കി എടുത്തു വെച്ചോളണം. അതൊന്ന് വായിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ മലാക്കി പ്രവചനം പറയുന്നത്, യഹോവയെ ഞാൻ മാറാത്തവൻ, അതുകൊണ്ടാണ് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യ സൂചന എന്ന തത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയെ ഞാൻ മാറാത്തത് കൊണ്ടാണ്. വാക്ക് മാറാത്തവനാണ് കർത്താവായ ക്രിസ്തു. പിതാവായ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിക്കുന്നവനാണ്. വാഗ്ദത്തത്തിൽ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. അപ്പൊ വിശ്വസ്തനാണ്. അപ്പോ ആ വിശ്വസ്തനായ ദൈവം യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്ന് പറയുന്നത്, യാക്കോബ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചതിവില് എന്ത് ചെയ്തു? പിന്നെ അവിടെ എന്താണ് വെച്ചത്? സ്വന്തം അപ്പനെയും സ്വന്തം സഹോദരനെയും ഒരുപോലെ പറ്റിച്ച് അവകാശവും അനുഗ്രഹവും തട്ടിയെടുത്ത ആളാണ് യാക്കോബ് എന്ന് നമുക്ക് അറിയാം. അപ്പോ ആ യാക്കോബിന്റെ സന്തതികൾ അല്ലെ അവിടെയാണ് പറയുന്നത്. ആ ദൈവം വാക്കുമാറാത്തവനായതിനാൽ പാപികളായ നമ്മുടെ പാപത്തെ ക്ഷമിച്ച് നമ്മോട് കരുണ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. യാക്കോബിന്റെ സന്തതികളെ കരുണ കാണിച്ചു നിർത്തുന്നു എന്നാണ് പറയുന്നത്. എബ്രായർ ലേഖനം 13:8 പറയുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്ന് എന്നും അനന്യം തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവായി ക്രിസ്തു ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തും അനന്യം തന്നെ. പിന്നെ നമുക്ക് അന്യനായിട്ട് നിൽക്കുന്ന അനന്യൻ, ഒരിക്കലും പിന്നെ നിന്ദിക്കപ്പെടാനും പിന്നെ നശിച്ചു പോകാത്തത്, നിലനിൽക്കുന്നതായിട്ട് ഉള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ യെശയ്യാ പ്രവചനം 40:7-8 എന്താ പറഞ്ഞിരിക്കുന്നത്? എടുത്തവർക്കൊന്ന് വായിക്കാം. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതേ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതെ, സൃഷ്ടിപ്പ് സമയം സൃഷ്ടാവിന്റെ ശ്വാസം ഊതിയപ്പോൾ എന്താണ് ചെയ്തത്? ജീവനുള്ള ദേഹിയായി തീർന്നു അല്ലെ. മണ്ണിൽ നിന്ന് മനുഷ്യരൂപം പൊടി കുഴച്ച് മനുഷ്യരൂപം ഉണ്ടാക്കി ദൈവത്തിന്റെ ജീവശ്വാസം ഊതിയപ്പോഴത്തേക്ക് ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ പാപത്തിന് ശേഷം പുല്ലുപോലെ ആയി എന്നാണ് പറയുന്നത്. അതായത് പാപിയായ മനുഷ്യനില് ദൈവത്തിന്റെ ശ്വാസം വീണപ്പോൾ എന്ത് ചെയ്തു? അത് നശിച്ചു പോയെന്നാണ് പറയുന്നത്. അവിടെയാണ് നമുക്ക് കർത്താവായ ക്രിസ്തുവിന്റെ രണ്ടാം വരവില് ഈ പാപികൾ എന്താണ്, കർത്താവായ ക്രിസ്തുവിന്റെ പ്രഭ ഏൽക്കുമ്പോൾ അവരോട് പാപികളായ ജനം മരിച്ചു വീഴുന്നെന്ന് പറയുന്നുണ്ട്. അതവിടെ ഇവിടെ പുല്ല് ഉണങ്ങുന്നു എന്ന് പറയാം, മരണത്തെ സൂചിപ്പിക്കും. പുല്ല് എന്ന് പറഞ്ഞ മനുഷ്യൻ, പുല്ല് ഉണങ്ങുന്നു എന്ന് പറഞ്ഞ മനുഷ്യന്റെ മരണത്തെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നു. പാപ നിറഞ്ഞ മനുഷ്യൻ, പാപിയായ മനുഷ്യനെ അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം ഉൾക്കൊണ്ട മനുഷ്യൻ ജീവിക്കുന്നു എന്ന് പറയും. ദൈവത്തിന്റെ വചനം ജീവനും തേജസ്സും നിലനിൽക്കുന്നതും ആണെന്നാണ് പറയുന്നത്. ജീവനുള്ളതാണ്, തേജസ്സുള്ളതാണ്, അത് നിലനിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യ സൂചന എന്ന തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം എന്താണ്, ദൈവത്തിന്റെ ജീവശ്വാസം നമുക്ക് ഊതുമ്പോൾ നമ്മള് ദൈവത്തിന്റെ ജനം എന്താണ്, ജീവനുള്ള ദേഹിയായി തീർന്നു. ഏത് ദേഹി? പാപരഹിതമായിട്ടുള്ള ദേഹി ജീവനുള്ളതായി തീരുകയും പാപം നിറഞ്ഞ ദേഹി മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് യെശയ്യാ പ്രവചനം 40:7-8 അവിടെ ജീവശ്വാസം എന്നപ്പോൾ പുല്ല് ഉണങ്ങിപ്പോയി എന്ന് പറയുന്നു. ഇവിടെ പുല്ലിനെ മനുഷ്യനെ പുല്ലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഉണങ്ങിയ അവസ്ഥ എന്ന് പറയുന്നത് മരണത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്ത വ്യക്തി ദൈവത്തിന്റെ കർത്താവായ ക്രിസ്തുവിന്റെ പ്രഭ ഏൽക്കുമ്പോൾ അവൻ മരിച്ചു വീഴുന്നു. അപ്പോ ഈ പാപപങ്കിലമായിട്ടുള്ള ആ ശരീരവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ പാപം ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് നിന്നാൽ നമ്മെ ദൈവം ശുദ്ധീകരിച്ചെടുക്കും. ആ ശുദ്ധീകരണത്തിനോട് മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയുള്ളൂ. കൂടുതൽ വിവരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. അടുത്തത് ദൈവസ്നേഹത്തെ മനസ്സിലാക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ബൈബിൾ ചരിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യുക, നിന്റെ ഏക മകനെ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് മോറിയ മലയിൽ കൊണ്ടുവന്ന് യാഗം കഴിപ്പിക്കുക എന്ന് പറയുന്നു. 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ, കേൾക്കുന്നവർക്കൊന്ന് മനസ്സിലാകാൻ. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 1 മുതൽ 13 വരെ. സ്നേഹം വേദപുസ്തകത്തിൽ ആദ്യമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഉൽപ്പത്തി 22-ന്റെ 2
ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ആ ഒരു അബ്രഹാമിന്റെ ആ ചരിത്രം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിച്ചേ. വേഗം വായിച്ചാല്. ഹലോ. അപ്പൊ ഇവിടെ എന്താ ഉൽപ്പത്തി എത്രയാണ് ആന്റി? ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 1 മുതൽ 13 വരെ. ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രം. ഇവിടെ ഭയങ്കര മഴയാണ്, അത് തന്നെ. വായിക്കണ്ട. ശരി. അപ്പോഴ് ഇവിടെ അബ്രഹാമിനോട് തന്റെ മകനെ യാഗം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. മോറിയ മലയിൽ കൊണ്ടുവന്ന് യാഗം കഴിപ്പിക്കാൻ പറയുകയാണ്. അപ്പോഴ് അബ്രഹാം ഒന്നും ചോദിക്കാതെ എന്ത് ചെയ്യുന്നു? യാഗം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. തന്റെ ഭാര്യയോട് പോലും പറയുന്നില്ല. കാരണം തനിക്ക് പിന്നെ വാഗ്ദത്ത സന്തതിയായിട്ട് തന്നെയാണ്. വർഷങ്ങൾ ആയി മക്കളില്ലാതിരുന്നു, അല്ലേ? എത്രാമത്തെ വയസ്സിലാണ് മകൻ ജനിച്ചത്? 90. അബ്രഹാമിന് എത്ര വയസ്സുണ്ടായിരുന്നു? സാറയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അബ്രഹാമിന് 100 വയസ്സ്, സാറായ്ക്ക് 90 വയസ്സ്, അല്ലേ? അപ്പോ ഈ സമയത്താണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞിനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ആ ബാലൻ 23 വയസ്സ് ഉള്ള ഇസഹാക്കിനെ കൊണ്ടുവന്ന് യാഗം കഴിപ്പിക്കുക. ആ ഇസഹാക്കിനെ ബാലൻ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് 23 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻ എന്ന് പറയൂ? 7, 8, ഒരു 10 വയസ്സ് വരെയൊക്കെ ബാലന് ബാലിക എന്ന് പറയും. 23 വയസ്സായ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ബാലൻ എന്ന് പറയുന്നത്? ബാലന്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം അന്നത്തെ കാലഘട്ടത്തില് ആയുസ് എന്ന് പറയുന്നത് 900, 950 ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. അപ്പൊ 23 എന്ന് പറയുന്നത് ബാലൻ തന്നെയാണ്, അല്ലേ? അതാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പോ പിന്നെ വിറകും എടുത്ത് തീയും എടുത്ത് അങ്ങനെ പോവുകയാണ്. മലയുടെ താഴ്വര എത്തിയപ്പോഴത്തേക്കാണ് പിന്നെ അബ്രഹാം തന്റെ ബാല്യക്കാരോട് പറയും, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും മകനും പോയി യാഗം കഴിച്ചിട്ട് വരാമെന്ന് പറയുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് പിന്നെ മകൻ ചോദിക്കുന്നു, അപ്പ വിറകും എല്ലാമായി, പിന്നെ ആടെവിടെ, കുഞ്ഞാട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്, യാഗവസ്തു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ പറയുന്നുണ്ട്, മകനെ അത് ദൈവം നമുക്ക് വഴിയൊരുക്കി തരും, ദൈവം കാണിച്ചു തരും എന്ന് പറഞ്ഞ് മകനെ എന്താണ് ചെയ്യുന്നത്? അവിടെ ആ യാഗപീഠം ഉണ്ടാക്കി അതിൽ കിടത്തി അത് കഴുത്ത് വെട്ടാനായിട്ട് കത്തി ഓങ്ങിയപ്പോഴത്തേക്കാണ് അബ്രഹാമെ നിന്റെ ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നിന്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞു. അവിടെ യഥാർത്ഥത്തില് പിന്നെ അബ്രഹാം ദൈവത്തെ ഭയന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഭയം എന്താണ്? ഭയം, ഇവിടത്തെ ഭയത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് പിന്നെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിനെയാണ് അവിടെ ഭയമായിട്ട് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത്, അതാണ് അവിടെ കർത്താവ് പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ നിന്റെ മകനെ കൊണ്ടുവന്ന് യാഗം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കഴിപ്പിക്കുകയല്ല, എനിക്ക് വയസ്സുകാലത്ത് കിട്ടിയതാണ്, തന്നതാണ്, എനിക്ക് ഇനി ഇതിനെ ഞാൻ തരില്ല എന്നൊന്നും പറഞ്ഞില്ല. അവിടെ ആ കൽപ്പന, ദൈവം എന്ത് പറഞ്ഞു അതനുസരിച്ചു. അവിടെ അനുസരണത്തെയാണ് സൂചിപ്പിക്കുന്നത്, സ്നേഹത്തെ. ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ അനുസരിച്ചു. ആ അനുസരണത്തെയും സ്നേഹത്തെയും അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴ് എന്ത് ചെയ്യുന്നറിയാമോ? അബ്രഹാം പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ആട്ടിൻകുട്ടി അവിടെ കാട്ടില് കുരുക്കായിട്ട് കയറ് മുരുങ്ങി കിടക്കുകയാണ്. ഉടനെ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് യാഗം കഴിപ്പിച്ചു. അവിടെ നമുക്ക് മനസ്സിലാക്കുക ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ഈ ഒരു ചരിത്രം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അയച്ചു എന്നാണ് പറയുന്നത്. അതാണ് അവിടെ അബ്രഹാം ഒട്ടും മടിച്ചില്ല. ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവം തന്നു, ദൈവം എടുക്കുന്നു, ദൈവം ചോദിക്കുന്നത് കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ പാട്ട് പാടും, ജീവന്റെ നായകൻ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പാട്ട് പാടും. പക്ഷെ നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ? നമ്മൾ ഇത്തിരി മടിക്കും, അല്ലേ കൊടുക്കാനായിട്ട്. എന്നെ വേണമെങ്കിലും എടുത്ത് എന്റെ മക്കളെ കൊണ്ടുപോണ്ടാന്ന് പറയും, അല്ലേ? അപ്പോ അബ്രഹാം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാല് ദൈവത്തിന്റെ സ്നേഹം. ദൈവം അവിടെ ആ ഇസഹാക്കിനെ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്
കർത്താവായ ക്രിസ്തുവിനെ തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിൽ അയച്ചു, പുത്രനെ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ അറുക്കപ്പെടാനുള്ള കുഞ്ഞാടായിട്ട് അവിടെ കാണിക്കുകയാണ്. ഇസഹാക്കിനെ രക്ഷപ്പെടുത്തിയ അവിടെ കുഞ്ഞാടായിട്ട് അവിടെ കാണുകയാണ് ചെയ്യുന്നത്. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ ഇവിടെ കർത്താവിലൂടെയും ക്രൂശ് മരണത്തിലൂടെയും അബ്രഹാമിന്റെ യാഗത്തിലൂടെ ദൈവ സ്നേഹം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? കർത്താവിലൂടെ നമുക്ക് സ്നേഹം കാണാൻ കഴിയും, കർത്താവായ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സ്നേഹം കാണാൻ കഴിയും, അബ്രഹാമിന്റെ യാഗത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഈ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് സ്നേഹത്തെക്കുറിച്ച് ആദ്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗം ഒരുവിധം മനസ്സിലായി എന്ന് തോന്നുന്നു. അവിടെ എന്താണ് പറയുന്നത്? ഇവിടെ വേറെ കൂടെ കുറെ വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് കർത്താവായ ക്രിസ്തു സ്നാനപ്പെടുന്ന സമയത്ത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവിടെയുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ അകമൊഴിഞ്ഞ സ്നേഹം നമുക്ക് പുത്രനിലൂടെ നമുക്ക് തന്നു എന്നുള്ളതാണ്. ഈ ലോകത്തില് ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. അവിടെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് കപട സ്നേഹമല്ല. ഇന്ന് കാണുന്നത് കപട സ്നേഹമാണ്, വഞ്ചന നിറഞ്ഞ സ്നേഹമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓട്ടോഗ്രാഫ് എഴുതുന്ന സമയം പറയുമായിരുന്നു, പുഞ്ചിരിക്കുന്ന ചുണ്ടിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചനയെന്ന്. അപ്പോ അത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊക്കെ ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഓട്ടോഗ്രാഫ് എഴുതാറുണ്ട്. ഇപ്പോഴുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കർത്താവിന്റെ പുഞ്ചിരിയില് വഞ്ചനയല്ല അല്ല ഉള്ളത്, സ്നേഹം ഒഴുകുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആ പുഞ്ചിരിയിൽ സ്നേഹം ഒഴുകുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആ സ്നേഹം നിറഞ്ഞ ഒരു വാക്ക് മാത്രം മതി നമുക്ക് നമ്മുടെ രോഗം മാറുന്നതിനും നമുക്ക് നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറുന്നതിനും. അതാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഇസഹാക്കിന്റെ ചോദ്യം കുഞ്ഞാട് എവിടെ? ഇവിടെ ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 7-8 വായിക്കുമ്പോൾ നാം മരണത്തിന്റെ താഴ്വരയിൽ എത്തുമ്പോൾ രക്ഷകനായി കർത്താവ് എത്തുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നാം മരണത്തിന്റെ താഴ്വരയിൽ പോയിരുന്നാലും കർത്താവ് എന്തെന്നറിയാമോ? രക്ഷകനായിട്ട് അവിടെ എത്തും. കർത്താവ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ എന്നുള്ള വലിയൊരു സത്യം ഇവിടെ പറയുകയാണ്. ഇസഹാക്ക് എന്റെ ചോദ്യം കുഞ്ഞാട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞാട് എവിടെയെന്ന് ചോദിക്കുമ്പോ അവിടെ വിറകൊണ്ട് തീയുണ്ട്, യാഗം കഴിക്കാനുള്ള യാഗവസ്തുവില്ല. അത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണ്. ഇസഹാക്ക് അവിടെ എല്ലാം നോക്കുകയാണ്. എന്താണ് ഇസഹാക്ക് ഒരു കാരണവശാലും ഒരിക്കലും ചിന്തിച്ചു കാണത്തില്ല ഞാനായിരിക്കും ആ യാഗവസ്തു എന്ന്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ആ പിതാവ് പറയുന്നുണ്ട്, മകനെ നീയാണ് യാഗവസ്തു എന്ന് പറയുന്ന സമയം ഇസഹാക്ക് ഒന്നും എതിർത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ എണീറ്റ് ഓടുമായിരുന്നു, ഒരു കല്ലുമെടുത്ത് എറിഞ്ഞ് അപ്പനെ തള്ളിയിട്ടിട്ട് എണീറ്റ് ഓടുമായിരുന്നു അല്ലേ? പക്ഷെ അതൊന്നും അവിടെ നടന്നില്ല. ഇസഹാക്ക് എന്താണ് ചെയ്തത്? വളരെ അപ്പനെ സ്നേഹിക്കുകയും അപ്പനെ മാനിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അനുസരിച്ച് ആ യാഗപീഠത്തിൽ കയറി കിടന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നത് ഏതു മരണത്തിന്റെ താഴ്വരയിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന് കൂടെ മാത്രമേ എന്തുള്ളൂ? മാനവരാശിക്ക് രക്ഷയുള്ളൂ. നമുക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. അതിലൂടെ ദൈവസ്നേഹം നമുക്ക് കാണിച്ചു തരികയാണ്. അതാണ് ഇവിടെ ഇസഹാക്കിന്റെ ചോദ്യം, കുഞ്ഞാട് എവിടെ? കുഞ്ഞാട് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. കുഞ്ഞാട് ആ കാൽവരി കുരിശിൽ യാഗമായി തീർന്നു, എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരമായിട്ട്. അപ്പോ നാം മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരു ചോദ്യം, യേശുവാണ് നമ്മുടെ പകരക്കാരൻ എന്ന് പറയുന്നത് എന്നറിയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്നത്. ആ പകരക്കാരൻ എന്ന നിലയ്ക്ക് അവനില്ലാതെ നിങ്ങൾക്ക് എന്ത് പ്രത്യാശയാണുള്ളത്? പ്രത്യേകിച്ച് ന്യായവിധിയിൽ. ഇവിടെ ന്യായവിധി സമയത്ത് കർത്താവില്ലാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല അല്ലെ? കർത്താവാണ് നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് അവിടെ ന്യായാധിപനായിട്ടും. നല്ല ന്യായാധിപൻ, നീതിയുള്ള ന്യായാധിപനായിട്ട് കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് അപ്പോ ഒരു ന്യായാധിപനായിട്ട് ജഡ്ജിയായിട്ട് പിതാവായ ദൈവം ഇരിക്കുന്ന ആ ജഡ്ജിയുടെ മുന്നിൽ നമ്മെ അവതരിപ്പിക്കുന്നത് കർത്താവായ ക്രിസ്തുവാണ്. ഈ പകരക്കാരനല്ലാതെ നമുക്കൊരു പ്രത്യാശയുമില്ല എന്നുള്ളതാണ്. കർത്താവായ ക്രിസ്തു നമ്മുടെ പകരക്കാരനാണ്. ഈ പകരക്കാരനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ല.
ഈ പകരക്കാരൻ വാക്കുമാറാത്തവനാണ്. ഈ പകരക്കാരന് പകരം വെക്കാൻ മറ്റൊന്നുമില്ലാത്തതിനാൽ നമ്മുടെ രക്ഷ സുരക്ഷിതമായ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ കാര്യം. ഈ പകരക്കാരന് പകരം വെക്കാൻ വേറെ ആരും തന്നെയില്ല, ഒരു മനുഷ്യനും ഇല്ല. കർത്താവ് എന്ന് പറയുന്ന കർത്താവ് തന്നെയാണ്. കർത്താവിന് പകരം വേറെ ആരുമില്ല. നമ്മള് മുമ്പ് പിന്നെ പരസ്യം കൊടുക്കുമായിരുന്നു, വി ഗാർഡിന് പകരം വി ഗാർഡ് തന്നെന്ന് പറയും. അതുപോലെ അതുപോലെ എന്നല്ല ഞാൻ പറയുന്നത്, അത് പരസ്യമാണ്. അതിനോട് ഉപമിക്കുന്നില്ല, അതിന് നിങ്ങളാരും വ്യാഖ്യാനിക്കണ്ട. കർത്താവിന് പകരം കർത്താവ് തന്നെയാണ്, വേറെ ആർക്കും പകരം വെക്കാനില്ല. നമുക്ക് നമ്മുടെ പിന്നെ ജീവന് പകരമായിട്ട് കർത്താവ് തന്റെ ജീവനെ കൊടുത്ത് അവിടെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും മരണത്തിന്റെ പിന്നെ പരിഹാരം കർത്താവായ യേശു തന്നെയാണ് എന്ന് ആദാമിൽ എന്ത് ചെയ്തു? മരണം വന്നു, മരണമുണ്ടായി. ആദാമിലൂടെ മരണമുണ്ടായി. യേശു ക്രിസ്തുവിലൂടെ ആ മരണത്തിന് ഒരു പിന്നെ മരണം നീങ്ങി എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിലൂടെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തി പിന്നെ യേശു ക്രിസ്തുവിനെ മാനിക്കും, പിന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കും, ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടായിരിക്കും, ക്രിസ്തുവിന്റെ സ്നേഹത്തില് മറ്റുള്ളവരെ സ്നേഹിക്കും. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മരണത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കും. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ പറയുന്ന മരണത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 25:2 15 മുതൽ 17 വരെ നോക്കുമ്പോൾ പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണം. ആ മരണത്തിന് അല്ലെങ്കിൽ ആ പാപത്തിന് എന്താണ് പരിഹാരത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് നമുക്കവിടെ കാണുക. കർത്താവില് മരിക്കുന്നവർക്ക് ജീവനും ഉണ്ട്. എന്നാൽ കർത്താവിന്റെ പിന്നെ ഉയർപ്പ് ഇവിടെ എന്താണ് ജീവനുണ്ട് എന്ന് കർത്താവിന്റെ ഉയർപ്പ് ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. കയ്യൻ ഹാബേലിനെ കൊന്നു, അല്ലെ? മരണത്തെ കൈകാര്യം ചെയ്യുന്നു. പാപത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കർത്താവായ ക്രിസ്തു എന്താണ് ആ മരണത്തിന്, പാപത്തിന്റെ ശമ്പളം മരണം, ആ മരണത്തിന് അല്ലെങ്കിൽ ആ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് ഇവിടെ കാണുന്നുണ്ട്. കർത്താവിൽ മരിക്കുന്നവരെന്ത് ചെയ്യും? മരിക്കുന്നവർക്ക് ജീവനുണ്ട്, അല്ലെ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം നോക്കുമ്പോഴത്തേക്ക് ജഡീകമായിട്ടുള്ള മരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കയ്യൻ ഹാബേലിനെ കൊന്നു. ഇവിടെ പറയുന്നത് ആദാമിനോടും ഹവ്വയോടും പറഞ്ഞു, നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും? നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. ആദാം ഹവ്വയും മരിച്ചോ? അവിടെ ആത്മീക മരണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അവർ രണ്ടുപേരും എന്ത് ചെയ്തു? മരിച്ചു, ആത്മീകമായിട്ട് മരിച്ചു, അല്ലെ? ആത്മീകമായിട്ട് മരിക്കുകയും അവർക്ക് സ്വർഗീയ അനുഭവം നഷ്ടപ്പെടുകയും ചെയ്തു. ഏദൻ തോട്ടം എന്ന് പറയുന്ന സ്വർഗീയ അനുഭവമായിരുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അവര് പിന്നെ എന്താണ് ചെയ്തത്? അതിനകത്തു നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വന്നു. അതാണ് നാം പാപം ചെയ്യുമ്പോൾ കർത്താവിന്റെ കരത്തിലിരിക്കുന്ന നാം ആ കരത്തിൽ നിന്ന് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ കരത്തിലിരിക്കുമ്പോൾ നമുക്ക് സ്നേഹം, സന്തോഷം, സമാധാനം ഇതെല്ലാം ഉണ്ട്. ആ കർത്താവിന്റെ കരത്തിൽ നിന്ന് വഴുതി പോകുമ്പോൾ നമുക്കിതെല്ലാം നഷ്ടപ്പെടുന്നു. നമ്മൾ എപ്പോഴും ദുഃഖിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ട് അങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവരെ ആത്മീകമായിട്ട് മരിച്ചു. ഇവിടെ കയ്യനെ ഹാബേലിനെയും കുറിച്ച് നോക്കുമ്പോൾ കയ്യൻ ഹാബേലിനെ കൊന്നു. അവിടെ ചോദിക്കുകയാണ്, എന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അവന്റെ കാവൽക്കാരനാണെന്ന് ചോദിക്കുന്നു. അത് ജഡീക മരണം അവിടെ നടന്നിരിക്കുന്നു. പാപത്തിന്റെ ഫലം, പാപം അവിടെ ആ പാപത്തിന്റെ ഫലം അവിടെ വന്നു. ജഡീക മരണം അവിടെ വന്നു. കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. അവിടെ എന്തെന്നാണ് പിന്നെ അനുസരണക്കേട് വന്നു. പിന്നെ എന്താ അസൂയ ഉണ്ടായി. അതെ, അനുസരണക്കേടും അസൂയയും വന്നതുകൊണ്ടാണ്. കാരണം കയ്യിന്റെ പിന്നെ യാഗം ദൈവം അംഗീകരിച്ചില്ല, ഹാബേലിന്റെ യാഗം അംഗീകരിച്ചു എന്നുള്ള ആ ഒരു അസൂയ, തന്റെ സഹോദരനാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെ എന്ത് ചെയ്തു? അസൂയ അവിടെ വരുത്തി. ആരാധന ദൈവത്തിനുള്ളതാണ്, അത് മനുഷ്യർ കൊടുക്കേണ്ടതല്ല. ആരാധന എന്ന് പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ ആരാധന, പിശാച് ഈ ആരാധന തന്നിലേക്ക് കൊണ്ടുവരാനാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ സർപ്പം എന്തെന്നാണ്? സർപ്പം കൗശലക്കാരനാണ് ഹവ്വയെ
കൗശലമായിട്ട് വന്ന് സ്വർഗത്തിലും ഈ കൗശലം തന്നെയാണ് നടത്തിയതെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഹവ്വയെ വന്ന് വളരെയധികം എന്താണ് കൗശലത്തിൽ വന്ന് തെറ്റിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോഴും കൗശലത്തില് വന്ന് എത്രയോ വ്യക്തികളെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ യൗവനക്കാരായിട്ടുള്ള കുട്ടികളെ കൗശലത്തിൽ ആദ്യം ഒരു മുട്ടായി കൊടുക്കും, അല്ലെ? അത് വെറുതെ കൊടുക്കും, രണ്ടാമത്തെ ദിവസം കൊടുക്കും. അത് കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും കഴിക്കണമെന്ന് തോന്നും ആ കുട്ടികൾക്ക്. അത് രണ്ടാമത് കഴിക്കും. അതും വാങ്ങിക്കൊണ്ടെന്ന് പിന്നെ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്ത് പറയും? ഇത് വിലയുള്ളതാണ്, ഇനി പൈസ തന്നാലേ തരാൻ പറ്റുള്ളൂ. എന്നാല് വാങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴെന്ത് ചെയ്യും? അവര് പൈസ എവിടെ നിന്ന് കിട്ടും? അച്ഛനമ്മമാരോട് കള്ളം പറയും. അപ്പൊ അവിടെ പാപത്തിലേക്ക് പോവുകയാണ്. കള്ളം പറയുന്നുണ്ട്, അനുസരണക്കേട് കാണിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടി ഭയങ്കര ഇടി കേട്ടുന്നോ? ഇടി മഴ ഇവിടെ. ഇതിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സർപ്പം, ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു കാതലായ വിഷയമാണ് ആരാധന എന്ന വിഷയം. അപ്പോ വിവാദം, ആരാധന നമ്മളിവിടെ മനസ്സിലാക്കിയതല്ല. ആരാധന അടുത്ത ഭാഗത്തുള്ളതും കൂടെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിനുള്ളതാണ്, അത് മനുഷ്യന് കൊടുക്കാനുള്ളതല്ല. ഇന്ന് ധാരാളം മനുഷ്യര് എന്ത് ചെയ്യുന്ന ഈ ആരാധന കൈക്കൊള്ളാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാര് അവരെ ആരാധിക്കുന്നുണ്ട്. ഇന്ന് എത്രയോ ജനങ്ങളെ ആരാധിക്കുന്ന ഇന്ന് ഈ പിന്നെ എന്താ ആധുനിക യുഗത്ത് പോലും മനുഷ്യനെ ആരാധിക്കുന്ന എത്രയോ വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ സർപ്പം എന്ന് പറയുന്നത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ അവിടെ പറയുന്ന വീഴ്ചയ്ക്ക് ശേഷം യേശുക്രിസ്തു സ്ത്രീയോടും പാമ്പിനോടും പറഞ്ഞ ചില കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ നോക്കുമ്പോഴും അതിനെ ഇവിടെ എന്തെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ താരതമ്യം ചെയ്ത് രണ്ടിലും കാണുന്ന പൊതുവായ ആശയം എന്താണ്? ഇത് രണ്ടിലും കാണുന്ന പൊതുവായ ആശയം അവിടെ പറയുന്ന പൊതുവായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീയെ കുറിച്ച് പറയുന്നു. അത് ഒന്ന് പിന്നെ സ്ത്രീയുടെ സന്തതിയും പിശാചിന്റെ സന്തതിയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഉൽപ്പത്തിയിലെ സ്ത്രീയും വെളിപ്പാട് പുസ്തകം 12-ന്റെ 1 മുതൽ 5 വരെ കാണുന്ന അതേ ഉള്ള സ്ത്രീയും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവായ ക്രിസ്തു പറയുകയാണ്, ഇവിടെ ദൈവകൽപ്പന യേശു കൊണ്ടുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന സ്ത്രീയുടെ സന്തതി ഉണ്ട്, അതാണ് സത്യസഭ എന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ ക്രിസ്തു പറയുന്നു, അന്ത്യനാളില് എനിക്കൊരു സത്യസഭ ഉണ്ടാകും. ആ സത്യസഭയോട് യുദ്ധം ചെയ്യാൻ പിശാച് നിൽക്കുമെന്ന് പറയുന്നു. ആ സത്യസഭയ്ക്ക് 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. എനിക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. അടയാളം കാണായി സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ കയ്യിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. ഇവിടെ വായിക്കണ്ടല്ലോ, എല്ലാം വായിക്കണ്ട. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാല് പിന്നെ ആ സത്യസഭയ്ക്ക് 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തത്, തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഉണ്ടായിരിക്കും. രണ്ടാമത്, ആ സഭ സൂര്യനെ അണിഞ്ഞിരിക്കും. മൂന്നാമത്, കാൽക്കീഴിൽ ചന്ദ്രൻ ഉണ്ടായിരിക്കും. ഇപ്രകാരമുള്ള സഭയ്ക്കായിരിക്കും ശത്രുത്വം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം അവിടെ ശത്രുതയെ കുറിച്ച് പറയുന്നുണ്ട്. ദയവായി നിങ്ങൾ കേൾക്കുന്നവര് ബൈബിൾ എടുത്ത് വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഇപ്പോഴല്ല, നിങ്ങൾ വായിച്ചു കൊള്ളുക. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പൊ ഇവിടെ പറയുന്നത് അവിടെ അതും അതിനോട് യോജിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളോടെ പറയുന്നത്. ഇവിടെയാണ് പറയുന്നത് സത്യസഭയ്ക്ക് 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കും. തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉണ്ടായിരിക്കും. സൂര്യനെ അണിഞ്ഞിരിക്കും. കാൽക്കീഴ് ചന്ദ്രൻ ഉണ്ടായിരിക്കും. ഇപ്രകാരമുള്ള സഭയായിരിക്കും ശത്രുത്വം ഉണ്ടാക്കുന്നത്. ഈ സഭയോടാണ് എന്ത് ചെയ്യുന്നത്?
യുദ്ധം ചെയ്യാൻ വരുന്നത്. 3 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം. സൂര്യൻ എന്നതിനെ സൂചിപ്പിക്കുന്നത് നമുക്ക് കർത്താവായ ക്രിസ്തുവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് എന്ത് ചെയ്യുന്നറിയാമോ? നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്വഭാവം, അതായത് ആത്മാവിന്റെ ഫലം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സഭയ്ക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പിശാചിനെ എതിർത്ത് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോ ആ സൂര്യൻ ഉണ്ടായിരിക്കണം. ഇതിന്റെ അടിസ്ഥാനം ചന്ദ്രനായിരിക്കണം എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രനെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സങ്കീർത്തനം 104:19 അവിടെ പറയും ദൈവത്തിന്റെ വചനം, അതായത് കർത്താവായ ക്രിസ്തുവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ പറയും പിന്നെ എന്താ ദൈവത്തിന്റെ വചനത്തെയാണ് ഇത് മോശയുടെ ന്യായപ്രമാണം എന്ന് പറയും, അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ സഭ ദൈവ സ്വഭാവം ഉണ്ടായിരിക്കണം. ആ സഭയ്ക്ക് അടിസ്ഥാനം ദൈവവചനം ആയിരിക്കണം എന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം നോക്കുമ്പോൾ പാപിനോട് ശത്രുത പുലർത്തിക്കൊണ്ടും ക്രിസ്തുവിനോട് നീതി പുലർത്തിക്കൊണ്ടും ജീവിക്കുന്നതാണ് സത്യസഭ. സത്യസഭ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സർപ്പത്തെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മൾ. സത്യസഭ എന്ന് പറയുന്നത് സർപ്പത്തോട് അല്ലെങ്കിൽ പിശാചിനോട് ശത്രുത പുലർത്തിക്കൊണ്ടും ക്രിസ്തുവിനോട് നീതി പുലർത്തിക്കൊണ്ടും ജീവിക്കുന്ന ഒരു സഭയാണ് സഭ എന്നിവിടെ പറയുന്നുണ്ട്. ഇവിടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു ജനിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ക്രിസ്തു ജനിക്കുകയാണ്. സത്യസഭയില് നീതിയോടുകൂടെ നിൽക്കുന്നവർക്ക് നോവുണ്ടാകുന്നു. അവിടെ ഒരു നോവിനെ കുറിച്ച് പറയുന്നുണ്ട്. സത്യസഭയില് നീതിയോടുകൂടെ നിൽക്കുന്നവർക്ക് നോവുണ്ടാകും എന്ന് നമുക്ക് പറയുന്നുണ്ട്. അത് നോവ് കിട്ടണം. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവസന്നിധിയിൽ വെച്ച് നിലവിളിക്കണമെന്നാണ്. അപ്പോഴ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗുണങ്ങൾ ഉണ്ടായ ക്രിസ്തുവിന്റെ നിത്യ സമാധാനം നമുക്കുണ്ടാകും. അതായത് പിശാചിനെ പാമ്പിനോട് ശത്രുത പുലർത്തുകയും ക്രിസ്തുവിനോട് നീതി പുലർത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാകും. അവിടെ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ നിത്യ സമാധാനം നമുക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത്? ക്രിസ്തു ഈ സത്യസഭയിൽ ജനിക്കാൻ പോകുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തില് ഏദനിൽ പാപമില്ലായിരുന്നപ്പോഴ് 2 കാര്യങ്ങൾ പരിശുദ്ധമാക്കി തുടങ്ങി വെച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ശബദം, വിവാഹവും. മനുഷ്യനും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു ഇവിടെ സഭയുടെ സന്തതി ആരാണ് എന്ന് ചോദിച്ചാല് ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാകുമായിരിക്കും. സഭയുടെ സന്തതി ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തെ ഭരിക്കുവാൻ ശക്തിയേറിയ പിന്നെ ഒരു വ്യക്തിയാണ്. അത് യേശു ക്രിസ്തുവാണ്. ശക്തിയേറിയ സന്തതി അതാണ് സഭയുടെ സന്തതി. ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തെ ഭരിക്കുവാൻ ശക്തിയേറിയ സന്തതി അത് യേശു ക്രിസ്തുവാണ്. യേശു പിന്നെ ആ സന്തതി പിശാചിന്റെ തല തകർക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തില് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവിടെ വെളിപ്പാട് 12:2-5 പറയുന്നത് എന്തിനാണ് സഭയുടെ സന്തതിയായി വരുന്നു എന്ന് ചോദിച്ചാല് പാപത്തിന് തടസ്സം ഉണ്ടാകണം, പാപത്തെ നീക്കം ചെയ്യണം. രക്തത്താലെ പാപത്തെ തുടച്ചു മാറ്റാൻ സാധിക്കുകയുള്ളെന്നറിയാം. ദൈവം അല്ലെങ്കിൽ സ്വർഗം ആ ഒരു അധികാരം പാപത്തെ തുടച്ചു മാറ്റാൻ രക്തത്താലെ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കളങ്കമില്ലാത്ത രക്തം കൊണ്ട് വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് ആ അധികാരം ദൈവം കർത്താവായ ക്രിസ്തുവിന് കൊടുത്തു. അപ്പോ പിശാചിന്റെ സന്തതി ഏതാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ അവിടെ ഘോരവും ഭയങ്കരവുമായ മൃഗം എന്ന് പറയുന്നുണ്ട്. ആരെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ദാനിയേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ 8:10 നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നത് റോമ സാമ്രാജ്യത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ ദൈവം യേശുവിന് ചെങ്കോലായി അധികാരം കൊടുത്തു എന്ന് വെളിപ്പാട് 12:1 പറയുന്നുണ്ട്. രക്ഷാശക്തി, രാജ്യം, ഈ അധികാരങ്ങളെല്ലാം കൊടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പിന്നെ പിശാചിന്റെ സന്തതിയായിട്ടാണ് ആരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? റോമ സാമ്രാജ്യത്തെ. പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഇത് ചരിത്രമാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എങ്കിലും നിങ്ങളൊന്ന് പിന്നെ ഓർത്തുകൊള്ളുക. അപ്പോ ഇവിടെ ഘോരവും ഭയങ്കരവുമായ മൃഗം റോമൻ കത്തോലിക്ക സഭയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു പിന്നെ ക്രൂശിലൂടെ
ആ അധികാരം വീണ്ടെടുത്തു. ദൈവം കൊടുത്ത ആ അധികാരം വീണ്ടെടുത്തു. പിന്നെ ഇവിടെ വാലാണ് ശേഷിച്ചിരിക്കുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവിടെ വാലാണ് ശേഷിച്ചിരിക്കുന്നത് നമുക്കറിയാറുണ്ട്. അവിടെ ഈ വാല് അല്ലെങ്കിൽ ഈ പിശാച് എന്ത് ചെയ്യുന്നറിയാം, അല്ലെങ്കിൽ ഈ റോമ സാമ്രാജ്യം എന്ത് നമ്മിലുള്ള വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മിലുള്ള ക്രിസ്തുവിനെ നശിപ്പിക്കുവാനാണ് നോക്കുന്നത്. പിശാചിന്റെ സന്തതി, റോമ സാമ്രാജ്യം നമ്മിലുള്ള വിശ്വാസത്തെ, അത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 12:5 കർത്താവ് യേശുവിന്റെ ജനനത്തെ പിന്നെ അവിടെ വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ ജനനം, ജീവിതം, അധികാരം, സിംഹാസനം, ശക്തി, പിന്നെ അതുപോലെ തന്നെ ക്രൂശ് മരണം എന്നിവ അവിടെ അടങ്ങിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് 12:5. അവിടെ നമ്മൾ നോക്കുമ്പോൾ 13:1-2 നോക്കുമ്പോൾ പിശാചും ഒരു പുത്രനെ തിരഞ്ഞെടുത്തു. ദൈവം തന്റെ പുത്രന് സകല അധികാരവും കൊടുത്തപ്പോൾ പിശാച് തന്റെ ദത്തുപുത്രനായ ആ റോമ സാമ്രാജ്യത്തിനും പിതാവ് പുത്രന് കൊടുത്ത അതേ അധികാരം കൊടുത്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് റോമ സാമ്രാജ്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്ത്രീക്കും സർപ്പത്തിനും സന്തതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയെ രക്ഷിക്കുവാൻ വന്നു എന്നും പിന്നെ ദൈവം സകല അധികാരം കൊടുത്ത് പാപി അല്ലാതെ ജീവിച്ച് അധികാരം പിടിച്ചെടുത്ത് ആ രക്ഷയിലേക്ക് നയിക്കുന്നതിനെ തടയുന്നതിന് പിശാച് തിരഞ്ഞെടുത്ത ദത്തുപുത്രനാണ് റോമ സാമ്രാജ്യം. അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, പിശാച് അതിന് എല്ലാ അധികാരവും കൊടുത്തു. ആ റോമ സാമ്രാജ്യം എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലായി. എല്ലാ അധികാരം കൊടുത്തു. ഈ സാമ്രാജ്യത്തിന് ലോകത്തിലെ ക്രിസ്ത്യാനികളെ വശത്താക്കാൻ കഴിവുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്ത്യാനികളെ തെറ്റിക്കാൻ റോമ സാമ്രാജ്യത്തിന് ശക്തിയും അധികാരവും കൊടുക്കും. അപ്പോ ഇവിടെ അതാരാണ് കൊടുക്കുന്നത്? പിശാചാണ് കൊടുക്കുന്നത്. പഴയ പാമ്പ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ ബാബിലോൺ സാമ്രാജ്യത്തെ പോലെ ആയിത്തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ദൈവിക പിന്നെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവിക എന്താണ് ബാബിലോൺ എന്ന് പറഞ്ഞാൽ, ബാബേൽ ഗോപുരം കെട്ടിപ്പടുന്ന സ്ഥലം സാഹചര്യമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരേ ഭാഷയായിരുന്നു, പിന്നെ ഒരേ വാക്കായിരുന്നു. പിന്നീട് അത് മാറിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഭാഷ കലക്കി കളഞ്ഞു എന്നവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാഷ കലക്കിയപ്പോൾ അതിനെല്ലാം മാറ്റം വന്നു. പിശാച് അവിടെ പ്രവർത്തിച്ചു. കാരണം ഇനിയൊരു പിന്നെ വെള്ളപ്പൊക്കം വന്നാല് അതിനെ അതിജീവിക്കണം. അതുകൊണ്ട് അവിടെ എന്താണ് വലിയ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദാനിയേൽ പ്രവചനം 7:3-4 വാക്കും നോക്കുമ്പോഴത്തേക്ക് അവിടെ വിദ്യയും ഭാഷയും തകർക്കാൻ ശ്രമിക്കുന്നു. ഇന്നും നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ ഇന്നും വിദ്യയും ഭാഷയും തകർക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരെ ലോകത്തിലേക്ക് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലേക്ക് വിട്ടയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് നമ്മൾ നോക്കുമ്പോൾ പിന്നെ വെളിപ്പാട് 17-ാം അധ്യായമൊക്കെ 12-ന്റെ വാക്യമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എന്തെന്നറിയാമോ എന്ത് നടക്കുന്നു എന്ന് നോക്കിയാൽ നമുക്കറിയാം 2023 G20 വന്നു. My cups runs over. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever and ever. നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോ അവരുടെ തീം എന്ന് പറയുന്നത് ഒരു കുടുംബം, ഒരു ഭൂമി, പിന്നെ ഒരു ഭാവി, ഇതെല്ലാമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പിശാച് ഇരുന്നു കൊണ്ട് ദൈവം കൊടുത്ത സകല 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അവിടെ നോക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് പറയുന്നത് ഒരു ശേഷിപ്പുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ G20യുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞായറാഴ്ച എല്ലാ കമ്പനികളും അടച്ചിട്ട് അന്ന് അവരുടെ ആരാധന ദിവസമായിട്ട് ഒരു സ്വസ്ഥ ദിവസമായിട്ട് ഒന്ന് അവര് അതിനെ നിയമിക്കാൻ പോവുകയാണ്. അത് എല്ലായിടത്തും ഒക്കെ വന്നു കഴിഞ്ഞു, മിക്കവാറും ഒക്കെ വന്നു കഴിഞ്ഞു സ്വസ്ഥ ദിവസം. അപ്പൊ ബാക്കി ശനിയാഴ്ച വരെയും ജോലി ചെയ്യണം, ഞായറാഴ്ച ദിവസം അവർക്ക് സ്വസ്ഥ ദിവസമായിട്ട് വരും. അവിടെ ഒരു ശേഷിപ്പുണ്ടായിരിക്കും. ആ ശേഷിപ്പിനോട് യുദ്ധം ചെയ്യാനാണ് ഈ പിശാച് ഈ സാമ്രാജ്യത്തിന് അധികാരം കൊടുത്തിരിക്കുന്നത്. അതാണ് അവിടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അവിടെ പറഞ്ഞത്.
ഒരു ശേഷിപ്പുണ്ടായിരിക്കും. അത് നമ്മുടെ ഈ സമയത്ത് തന്നെ നടക്കുന്ന ഈ G20 എന്ന് പറയുന്ന അതില് ഉള്ളതാണ്. ഒരു ഭാവി, ഒരു കുടുംബം, ഒരു ഭൂമി. നമ്മൾ വിചാരിക്കും എന്താ എല്ലാം ഒരുപോലെയാണല്ലോ, പണ്ട് അപ്പോസ്തലന്മാര് എല്ലാം ഒരുപോലെ കണ്ടിരുന്നല്ലോ, ഇതിലെന്താ തെറ്റെന്ന് ചോദിക്കും. പക്ഷേ അതിലെന്താ തെറ്റ്? ശനിയാഴ്ച വരെ ജോലി ചെയ്യണം, ഞായറാഴ്ചയാണ് അവധി. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് അത് ചെയ്യാൻ കഴിയുമോ? പറ്റത്തില്ല. അവിടെ 1 പത്രോസ് 2:9 വ്യത്യസ്തമായ വിശുദ്ധന്മാരായി നിൽക്കാൻ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ ആരോഗ്യത്തെ തകർക്കുന്ന വിഷയം, ആരോഗ്യത്തെ തകർക്കുന്ന വിഷം കലർന്ന ആഹാരങ്ങൾ കൊണ്ടുവരിക, ഭൂമിയിൽ ക്ഷാമം, ഭൂകമ്പം എന്നിവ ഉണ്ടാകുക. പിന്നെ ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ്? ക്രിസ്തുവിന്റെ സ്വഭാവം കാണിക്കാൻ കാരണം നമുക്കെതിരായി നിൽക്കുന്ന ലോക രാഷ്ട്രങ്ങൾക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ അവരുടെ കൽപ്പനകൾക്ക് എതിരായിട്ട് നിന്ന് നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ അറിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സഭയിലെ സത്യത്തെ, വിശ്വാസത്തെ നമ്മിലുള്ള ക്രിസ്തുവിനെ തകർക്കുവാൻ നോക്കും, നമ്മിലുള്ള വിശ്വാസത്തെ തകർക്കാൻ നോക്കും. ഇവ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവകൽപ്പനയെ യേശുവിനുള്ള വിശ്വാസം കാത്തുകൊണ്ട് വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയുള്ളവരായിട്ട് ജീവിക്കണം. ഈ സർപ്പം എന്ന് പറയുന്നത് പഴയ പാമ്പാണ്. ഈ സർപ്പമാണ് റോമൻ കത്തോലിക്ക സഭയ്ക്ക് അധികാരം കൊടുക്കുന്നത്. റോമൻ കത്തോലിക്ക സഭ വരുമ്പോൾ കർത്താവ് ദൈവത്തിന് എന്തെല്ലാം നാമങ്ങളുണ്ടോ അതെല്ലാം ഇവര് വഹിച്ചുകൊണ്ട് നാമം ദുഷിക്കപ്പെട്ട രീതിയിൽ, അതായത് വിശുദ്ധ ശബദിനെ അവര് ലംഘിക്കുവാൻ വേണ്ടിയിട്ട് ജനത്തെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ. ഈ സമയം നാം എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ ഉൾക്കൊണ്ടുകൊണ്ട്, നാം ദൈവത്തിന്റെ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പ്രയാസങ്ങൾ വന്നാലും, അതാണ് അവിടെ പറയുന്നത്, നോവ് കിട്ടി പ്രസവിച്ച കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കപ്പെടുന്നു എന്ന് പറയുന്നത്. നോവ് കിട്ടി പ്രസവിക്കും. സത്യസഭയ്ക്ക് നോവുണ്ടാകും. ആ നോവുണ്ടാകുന്ന സമയം നമ്മൾ ദൈവസന്നിധിയിൽ മുറുകെ പിടിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവകൽപ്പന യേശുവിനുള്ള വിശ്വാസം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തമ സാക്ഷിയായി നിൽക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള വലിയ സത്യമാണ് നമ്മയോടെ പഠിപ്പിച്ചിരിക്കുന്നത്. നാം എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവത്തിന്റെ കൽപ്പന അറിഞ്ഞ് പിശാചിനെ എതിർത്തുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുന്നവരായിരിക്കണം. സുവിശേഷത്തെ തകർക്കുവാൻ അവർ നോക്കും. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, സുവിശേഷത്തെ തകർക്കാൻ നോക്കും. നിത്യ സുവിശേഷം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നുണ്ട്. ആ നിത്യ സുവിശേഷത്തെ തകർക്കാൻ നോക്കും. ഈ സമയമെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവില് അറിഞ്ഞുകൊണ്ട്, നാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സ്വഭാവം നമ്മില് ഏറ്റുകൊണ്ട് നമ്മൾ ആയിരുന്നാല് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തമ സാക്ഷികളായി നിൽക്കാൻ കഴിയും. കർത്താവായ ക്രിസ്തു വരുന്ന സമയത്ത് നല്ലതും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്ന ആ വിളിശബ്ദം കേട്ടുകൊണ്ട് അടിയനിതാ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പോകുവാൻ കഴിയും. അങ്ങനെ പോകണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? എല്ലാം വെറുത്തുകൊണ്ട് നമ്മൾ ദൈവത്തിലെ കരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കും. നമ്മിലുള്ള വിശ്വാസത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം ദൈവകൽപ്പന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും. അങ്ങനെ നിൽക്കുവാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. മഹോന്നതങ്ങളിൽ അധിവസിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം. നല്ലത് മനോഹരമായി ഈ സമയം അപ്പന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ സമയം അടിയങ്ങളെ സഹായിച്ചുവല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യും. സർവ്വം യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുമ്പോൾ യാചന കേൾക്കണം പരിശുദ്ധമുള്ള പിതാവേ. ആമേൻ. സ്തോത്രം. 9:11 ആയതല്ലേ ഉള്ളൂ? 3 പേര് വന്നു ആ സമയം കൊണ്ട്. എന്തിനൊക്കെ പറഞ്ഞു അമ്പിളി? ദൈവത്തിന് സ്തോത്രം. ലൈവ് ഓഫ്. ദൈവനാമത്തെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സബ് സ്കൂളിനായിട്ട് നന്ദി പറയുന്നു. ഉൽപ്പത്തി